വാവിട്ട വാക്കുകളും കൈവിട്ട കളികളും ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ കുരുങ്ങി നിൽക്കുന്ന അൻവറിന്റെ രാഷ്ട്രീയ ചരിത്രം കൂടി ഈ സമയത്തൊന്ന് കേൾക്കേണ്ടതാണ്. അത് സാഹസങ്ങളുടേതു കൂടിയാണ്. ഇതുവരെയുള്ള പാർട്ടി മാറ്റങ്ങളും ചാട്ടവും ഒക്കെ നേട്ടമാക്കാൻ കഴിഞ്ഞ അൻവറിന് ഇപ്പോൾ നേരിടുന്നത് പോലെ ഒരു പ്രതിസന്ധി അതാദ്യമായിട്ടാണ്. ആരെയും കൂസാത്ത വർത്തമാനവും ശൈലിയും, ആളെ കൂട്ടാനും എതിരാളികളെ വിരട്ടാനുമുള്ള ശേഷി, കുടുംബപരമായും പലതരം കച്ചവടങ്ങളിലൂടെയും നേടിയ സമ്പത്ത്, ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചാണ് PV അൻവർ തന്റെ രാഷ്ട്രീയ ഗ്രാഫ് ഇതുവരെ എത്തിച്ചത്. കൈവിട്ട കളികളായിരുന്നു പലതും, തിരിച്ചടികളും പലതുണ്ടായി, രാഷ്ട്രീയത്തിലും കച്ചവടത്തിലും. അപ്പോഴൊക്കെയും തിരിച്ചുവരവിനുള്ള വഴിയും സ്വയം വെട്ടിത്തെളിച്ചു. വളയമില്ലാതെ ചാടിയാണ് ശീലം. ആ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴത്തെ കളികളും. അതിന്റെ ഫലം ഇനി കാത്തിരുന്നു കാണേണ്ടി വരും. മലപ്പുറം എടവണ്ണയിൽ പരമ്പരാഗത കോൺഗ്രസ് കുടുംബത്തിൽ ജനനം. ക്യാമ്പസ് കാലത്ത് KSU നേതാവ്. അന്ന് K സുധാകരനൊപ്പമായിരുന്നു. അൻവറിനോടുള്ള ഇപ്പോഴത്തെ കോൺഗ്രസ് സമീപനത്തിന് പിന്നിൽ സുധാകരന്റെ സ്ഥാനമാറ്റം കൂടിയുണ്ടെന്ന് പറയാം. കോൺഗ്രസിൽ നിന്നും യാത്ര DICയിലേക്ക്. K കരുണാകരന്റെ DIC കോൺഗ്രസിലേക്കു തന്നെ മടങ്ങിയെങ്കിലും അൻവർ മടങ്ങിയില്ല. 2011 ഏറനാട്ടു നിന്നും സ്വതന്ത്രനായി മത്സരിച്ചു. ഇടതുമുന്നണിയിൽ നിന്നുള്ള CPI സ്ഥാനാർത്ഥിയെ 4ാം സ്ഥാനത്തേക്ക് തള്ളി ലീഗിലെ PK ബഷീറിനു പിന്നിൽ രണ്ടാമനായി. CPMുമായുള്ള രഹസ്യധാരണയിലായിരുന്നു ഈ മുന്നേറ്റം. 2014 വയനാട്ടിൽ ലോക്സഭയിലേക്കും മത്സരിച്ചു. 2016 CPMുമായുള്ള ഔദ്യോഗിക ബാന്ധവം. ഇടതു പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച 3 പതിറ്റാണ്ടു നീണ്ട കോൺഗ്രസ് ആധിപത്യം തകർത്ത് നിലമ്പൂരിൽ ചെങ്കൊടി നാട്ടി. ആര്യാടൻ മുഹമ്മദ് 8 തവണ ജയിച്ച നിലമ്പൂരിൽ മകൻ ഷൗക്കത്തിനെ വീഴ്ത്തിയായിരുന്നു ജയം. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ രഹസ്യ പിന്തുണയിലായിരുന്നു 11,504 വോട്ടിന്റെ ഭൂരിപക്ഷം. 2021 ഭൂരിപക്ഷം 2,700 താഴ്ന്നെങ്കിലും ജയം ഒപ്പം നിന്നു. CPM സൈബർ പോരാളികളുടെ ആവേശമായ കടന്നൽ രാജിയായി സൈബർ ഇടങ്ങളിൽ അൻവർ വാണു. പാർട്ടി സംസ്ഥാന നേതാക്കളെക്കാൾ സൈബർ അണികളുടെ പ്രിയങ്കരനായി. കൊലപാതകവും സാമ്പത്തിക തട്ടിപ്പ് മുതൽ ഭൂമി കയ്യേറ്റം വരെ ആരോപണങ്ങളും കേസുകളും പലതു വന്നപ്പോഴും സൈബർ സഖാക്കൾ അൻവറിന് കവചമൊരുക്കി. പിണറായി അച്ഛനെ പോലെയാണെന്ന് വരെ അൻവർ പറഞ്ഞു. എതിരാളികൾക്കെതിരെ എന്തും പറയാനും സൈബർ ആക്രമണം നടത്താനുമുള്ള CPM ആയുധമായി അൻവർ. എന്നെ വിശ്വസിച്ച് ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് സീറ്റിൽ നിന്ന് MLA-ക്കിയതാണ്. ആ എന്റെ വാക്കുകളെന്ന് വിശ്വസിച്ച് എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ച് MLA ആക്കിയതാണ് ഈ നാട്ടിലെ ജനങ്ങൾ. ഒടുവിൽ പിണറായി പോലീസുമായി തെറ്റി. ഈ തെറ്റൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലേക്കും മന്ത്രി മുഹമ്മദ് റിയാസിലേക്കും നീങ്ങിയപ്പോഴും ഒരു വിഭാഗം സൈബർ അണികളുടെ പിന്തുണ അൻവറിനായിരുന്നു. പക്ഷേ ഒടുവിൽ കൈവിട്ട കളി പാളി. അൻവറിന് ഇടതുബന്ധം മുറിക്കേണ്ടി വന്നു. UDF തനിക്കു പിന്നാലെ എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു നീക്കം. പിണറായിസത്തിന്റെ അവസാനത്തെ ആണി അടിക്കുമെന്ന് പറഞ്ഞത് അടിച്ചിരിക്കും. അത്രയിൽ പറയാനുള്ളൂ. ജനങ്ങൾ അതിനെ കാത്തിരിക്കണം. ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ അതിൽ. ആത്മവിശ്വാസക്കേടിൻ്റെ ഒരു സാഹചര്യവും കേരളത്തിലെ രാഷ്ട്രീയത്തിലില്ല. അവിടെ UDF തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അത് കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അത് UDFന്റെ സ്ഥാനാർത്ഥിയല്ല. ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലാണ്. ആ ജനങ്ങളും പിണറായിയും തമ്മിൽ ഏറ്റുമുട്ടലിൽ ആരെ നിർത്തിയാലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ആ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലെ ജനങ്ങൾ കാണാൻ പോകുന്നത്. ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വിലപേശിയതോടെ UDFും മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. നിലമ്പൂരിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പരസ്യ നീക്കം പക്ഷേ വീണ്ടും പാടി. ഒടുവിൽ ഈ പ്രതികരണത്തോടെയാണ് വഴി അടഞ്ഞത്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം. അത് കണക്കാക്കിക്കൊണ്ടാണ് ഇത് ആലോചിച്ച് ചെയ്യണമെന്ന് UDF ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിരുന്നത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നതാണ്. കോൺഗ്രസുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. CPM അത് കൺസിഡർ ചെയ്യുകയും പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഒരു കാരണവശാലും CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് നിലമ്പൂരിലെ മുഴുവൻ LCയും ACയും എടുത്തതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം പിന്നീട് അന്ന് പിൻവാങ്ങുന്നത്. തുണയ്ക്കുമെന്ന് കരുതിയ മുസ്ലിം ലീഗ് കൂടി കൈവിട്ടതോടെ UDF അന്ത്യശാസനം.
വേണേൽ നിന്നാ മതി, അല്ലെങ്കിൽ വിട്ടുപോയിക്കോ എന്നായിരുന്നു പച്ച മലയാളം. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കണം. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. പിണറായിത്തെ തകർക്കുമെന്ന് വീമ്പ് പറഞ്ഞിറങ്ങിയ അൻവറിന് മുന്നിൽ വേറെ വഴിയില്ലെന്ന് UDF-നും നന്നായി അറിയാം. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഇതുവരെ പെരുപ്പിച്ച ബലൂൺ പൊട്ടുമെന്ന് അൻവറിനും അറിയാം. അൻവർ മാറി നിന്നാൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാലും ഇടതുമുന്നണി ജയിച്ചാലും ആത്യന്തികമായി തോൽക്കുന്നത് അൻവറാകും. ഇനി വഴങ്ങൾ മാത്രം മുന്നിലെന്ന അവസ്ഥയിലാണ് ഈ പഴയ കടന്നൽ രാജ. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.